ഇത് ഓപ്പൺ ഇലക്ട്രിക്കിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡലായ ടോപ്പ് എൻഡ് വേരിയൻ്റായ സിഗ്മ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഞാൻ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 മന്ത് ആവുന്നു. ഏകദേശം 500 മേളിൽ കിലോമീറ്റർ ഞാൻ യൂസ് ചെയ്ത് നോക്കി. എന്തുകൊണ്ട് ഇത്ര ലേറ്റായി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ, കാരണം നമ്മളുടെ ഏരിയയിലൊക്കെ ഈ ബൈക്ക് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇഷ്യൂസ് എന്നും അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഒരു റിവ്യൂ ഇടാമെന്ന് കരുതി. കാരണം തുടക്കമേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ പോരായ്മകളെന്നോ ഇതിൻ്റെ അഡ്വാൻറ്റേജുകളൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. ഇത് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇന്നും സിറ്റിയിലോട്ടാണ് പോകുന്നത്. ഞാൻ റൂറൽ ഏരിയയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് സിറ്റിയിലോട്ട് ഏകദേശം 25 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും അപ്പും അതേപോലെ ഡൗണ് 25 കിലോമീറ്റേഴ്സ് ഡൗണും ഉണ്ട്. അപ്പം നല്ല സ്മൂത്തായിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇഷ്യൂ ഇല്ല. ആദ്യം വാങ്ങിയ ഒരു 3 days ആയപ്പോൾ ഒരു എറർ മെസ്സേജ് ഒക്കെ കാണിച്ചിരുന്നു. അത് പക്ഷേ സർവീസ് സെൻറ്ററിൽ കൊടുത്തു. അത് ഉടനെ തന്നെ അവർ ക്ലിയർ ഔട്ട് ചെയ്തു. അത് വലിയ സർവീസും കാര്യങ്ങളൊക്കെ അവർ നീറ്റായിരുന്നു. ഉടനെ തന്നെ സർവീസ് സപ്പോർട്ട് ചെയ്യുന്ന കോളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഇതായിരുന്നു. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിൽ ഒരു എക്സ്ട്രാ ആയിട്ട് അവർ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, റിവേഴ്സ് മോഡും വരുന്നുണ്ട്. ഇത് പഴയ മോഡലിനേക്കാളും ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് പഴയ ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്ത് പഴയ കംപ്ലൈൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇവർ ഇറക്കിയെന്നാണ് പറയുന്നത്. ഇതിലൊരു അഡീഷണലി ഒരു ഫീച്ചർ വരുന്ന ഒരു റിവേഴ്സ് മോഡ് വരുന്നുണ്ട്, ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഈ പാനലിനകത്ത് വരുന്ന ഡിസ്പ്ലേ പാനലിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പഴയ മോഡൽസിലുള്ളത് തന്നെ 4 kWh ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിലുണ്ട്. ഈ മോഡലിൻ്റെത് വളരെ കുറച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ എന്നിരുന്നാലും റെഫർ ചെയ്തോളൂ. എനിക്ക് കാരണം ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും അറിഞ്ഞൂടാ. ഇതിൽ 2 ടയറും ബാക്ക് ആൻഡ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. നമുക്ക് കയ്യിലാണ് കൺട്രോൾ ഫുള്ള് വരുന്നത്, കാലിൽ ഒരു കൺട്രോളും ഇല്ല. ജസ്റ്റ് നമുക്ക് ചവിട്ടിയിരിക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ഇതിൽ അഡീഷണലി ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു സീറ്റ് കവർ അടിച്ചു. കാരണം ഇതിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കവർ ഒരു തീരെ ആരോഗ്യമില്ലാത്തൊരു സാധനമായിരുന്നു. പിന്നെ ടാങ്ക് കവർ അവർ ഇട്ടിട്ടില്ല. നമ്മൾ സാധാരണ വണ്ടി വാങ്ങാൻ പോലെ തന്നെ ടാങ്ക് കവർ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബാഗോ എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ കുട്ടികളെ എന്തെങ്കിലും ഇരുത്തുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ കരുതി ഞാൻ ഒരു കവർ ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട്. അത് പിന്നെ അഡീഷണലി ഞാൻ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലേഡീസ് ഫുഡ് റെസ്റ്റ് ആണ്. ഈ ഒരു ചെറിയൊരു പീസായിട്ട് ഈ ഒരു ചെറിയ പീസ് ആണ് സീറ്റ് കവർ. ഇത് അഡീഷണലി ചെയ്ത സീറ്റ് കവറാണ്. ഇതിന് കൂടെ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആരോഗ്യമുള്ള സാധനമല്ല. പക്ഷേ എന്നിരുന്നാലും ഒരുവിധം ക്വാളിറ്റിയും ഭംഗിയൊക്കെ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഞാൻ ഇത് കുറച്ച് പ്രീമിയം ലെതറിൽ ഒരെണ്ണം ചെയ്തെടുത്തതേ ഉള്ളൂ. ഇത് നിർബന്ധമായിട്ടും വേണമെന്നും പറഞ്ഞ് ഞാൻ ഇത് ചെയ്യിച്ചതാണ്. പക്ഷേ കാണാൻ സ്വല്പം ഭംഗിക്കുറവ് തോന്നിക്കുമെങ്കിലും അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ബാഗോ എന്തെങ്കിലും കുട്ടികളോ എന്തെങ്കിലും ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇത് ടാങ്ക് സ്ക്രാച്ച് ആവുന്നുണ്ട്. ഇപ്പോൾ സാധാരണ വണ്ടികളിൽ വരും പോലെ തന്നെ ഇത് ടാങ്ക് കവറൊന്നും ഇല്ലാതാണ് വരുന്നത്. ഞാൻ അഡീഷണലി ഒരു ടാങ്ക് കവർ ചെയ്യിച്ച് എടുത്തതാണ്. കാരണം ഇതിന് ഡീഫോൾട്ട്ലി ചെയ്തുള്ളത് ഇതിനൊന്നും സ്യൂട്ട് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ വൃത്തിയായിട്ട് തോന്നിക്കാത്ത രീതിയിൽ ഒരു കവർ റെഡിയാക്കി എടുത്തതാണ്. കാരണം ഇതിനകത്താണ് ചാർജിങ് പോയിന്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ചാർജിങ് പോർട്ട് വരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും സാധിക്കണം. ഡെയിലി ചാർജ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു പൗച്ചോട് കൂടിയാണ് ഇത് ചെയ്തത്. പിന്നെ അഡീഷണലി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡീസിൻ്റെ ഫുഡ് റെസ്റ്റ് ആണ്. ഈ ഫുഡ് റെസ്റ്റ് ഇതിന് മാത്രം എക്സ്ട്രാ 2300 സംതിങ് പ്ലസ് ടാക്സോ ഈ ഒരു പീസിന് മാത്രമായിട്ടുണ്ട്. സീറ്റ് കവർ നമ്മൾ ഈ ടാങ്ക് കവറും കൂടെ 600 രൂപയാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. അത് പക്ഷേ ഞാൻ പുറത്താണ് ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ചെയ്തത്. ഇത് അവരുടെ തന്നെ ഷോറൂമുകാർ തന്നെ ചെയ്തതാണ് ഈ ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കാണാൻ നല്ല നീറ്റായിട്ടും ഒക്കെയാണ് അവർ എനിക്ക് തന്നത്. അതിനുശേഷം പിന്നെ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും ഞാൻ അഡീഷണലി ചെയ്തിട്ടില്ല. നമുക്ക് കയറി ഇരിക്കാനായിരുന്നാലും എല്ലാം വളരെ ഈസിയാണ്. നമുക്ക് ഇപ്പോൾ എത്ര ഹൈറ്റുള്ള ഒരാൾക്കായിരുന്നാലും ഒരു വൃത്തിയായിട്ട് തോന്നില്ല. സാധാരണ ഹൈറ്റ് ഉള്ളവർക്ക് ഇലക്ട്രിക് ബൈക്കിലോ അങ്ങനെ കയറി ഇരിക്കുമ്പോൾ തീരെ ചെറുതുപോലെ തോന്നാറുണ്ട്. പക്ഷേ ഇത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാം. ലേഡീസിൻ്റെ സീറ്റ് ഒരു ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സാമാന്യം ഒരാൾക്ക് ഈസി ആയിട്ട് കയറാനും എന്ന് പറഞ്ഞ് ഈ പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ അമ്മയെ പോലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത പക്ഷം ഒരു സാധാരണ ഒരു സിറ്റി ഫാമിലി ചെറിയ ഒരു ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് പോവാം. ഞാൻ വൈഫും 2 കുട്ടികളെ ഇരുത്തി ഞാൻ ഇതിൽ പോകാറുണ്ട്.
വലിയ ഇഷ്യൂ ഇല്ല. ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഭയങ്കര കംഫർട്ട് തോന്നിയില്ലെങ്കിലും നമുക്ക് ഒരുവിധം സിറ്റി ഡ്രൈവ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഫുഡ് റെസ്റ്റിൽ നമുക്ക് വേറെ ഒന്നും അഡീഷണൽ ഇല്ല, നമ്മളിതാ ജസ്റ്റ് നമുക്ക് ചവിട്ടാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇത് ഫുൾ കൺട്രോളും ഈ ഫ്രണ്ട് നമ്മളെ ഹാൻഡിൽ മാത്രമാണ്. 2 ബ്രേക്ക് വരുന്നുണ്ട്. ഇത് ബാക്ക് കോംബോ ആണ് വരുന്നത്, അതായത് ബാക്കിൽ പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലും ഇത്ര പെർസെൻറ്റേജ് എന്നും പറഞ്ഞുകൊണ്ട് അറ്റ് എ ടൈം ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആവശ്യമില്ല, കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് 3 മോഡാണ് വരുന്നത്, എക്കണോമിക്ക്, പിന്നെ സിറ്റി ഡ്രൈവ്, പിന്നെ ഒരു മോഡ് കൂടെ ഉണ്ട്. അത് ഞാൻ ഇതുവരെ എക്കണോമിക് കിട്ടി തന്നെയാണ് ഓടിയിട്ടുള്ളത്. കാരണം സിറ്റി ഡ്രൈവ് ഒന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല, ഒരുവിധം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നല്ലൊരു ഇറങ്ങുമ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം വലുതായിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം 45 കിലോമീറ്റർ 42 ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി അതിൽ തന്നെ ഒരു ബ്രേക്ക് ജനറേറ്റ് ആവുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് നമ്മൾ എക്കണോമിക് ഇടുമ്പോൾ ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. 42 കിലോമീറ്റർ വരെ ഇതിൻ്റെ ആക്സിലേറ്റർ പക്കയായിട്ട് ഒരു ആക്റ്റീവ് ഉണ്ട് നമ്മളെ എക്കണോമിക് മോഡിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 45 കിലോമീറ്റർ വരെയൊക്കെ നമുക്കൊരു ഫ്രിക്ഷൻ മീറ്റർ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവില്ല. ഒരു 40 കിലോമീറ്റർ ആണ് ആ ത്രോട്ടിലിൻ്റെ ഒരു സ്ട്രെങ്തിങ് വരുന്നത്. പിന്നെ ഞാൻ ഒരു മൊബൈൽ ഹോൾഡർ എക്സ്ട്രാ, ഞാൻ അത് പഴയ വായിക്കിയിരുന്നത് തന്നെ എടുത്ത് വെച്ചതാണ്. പിന്നെ അടുത്ത് ഇനി ഇത് ഓൺ ആക്കുമ്പോഴും ഉള്ള ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് ചാർജ് ചെയ്യുന്ന രീതി ഞാൻ ഇതേപോലെ ഒരു പൗച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. കീ ജസ്റ്റ് ഇടുക, ഓപ്പൺ ആക്കുക. ഇതിനകത്ത് ഒരു സ്റ്റോറേജ് റൂം കമ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. നമുക്ക് ഇതിനകത്താണ് നമുക്ക് ചാർജിങ് ഒരു 2 പിൻ ഉള്ളത്, അത് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് നമ്മളെ കീ പോയിന്റ് വരുന്നത്. നമുക്ക് ഇതിൽ പാസ്വേഡും കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ സാധാരണ ബൈക്കിൽ എങ്ങനെയാണോ കീ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഇതിനകത്ത് ഹാൻഡിൽ ലോക്ക് ഉണ്ട്, നമ്മൾ നോർമൽ ഓൺ ഓഫ് പ്രസ് ചെയ്യുക ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിൽ ഇൻഡിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, നമ്മളെ കിൽ സ്വിച്ച് ഓൺ ഓഫിൻ്റെയും ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈറ്റ് ഹൈ ബീം, പിന്നെ ഈ ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. നമ്മളെ ഈ ബ്ലൂടൂത്ത്, അത് ഈ മോഡലിൽ ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് ഈ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ട്. അത് നോർമലി ഓപ്പൺ ആവത്തില്ല, ഇതിനൊരു ആപ്പ് ഉണ്ട്. ആപ്പ് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളൂ. ഞാൻ അതായിപ്പോൾ 626 ഓഡിയോ മീറ്റർ റീഡിങ്, ട്രിപ്പ് റീഡിങ് 620. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം 620 കിലോമീറ്റർ ഞാൻ ഇത് ഓടിയിട്ടുണ്ട്. 6 കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് അവർ അവിടെ ടെസ്റ്റിംഗ് പർപ്പസിനും പിന്നെ സർവീസ് പർപ്പസിനും ഒക്കെ യൂസ് ചെയ്തതായിരിക്കാം. ഇതിനകത്ത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മളിതിപ്പോൾ സ്റ്റാൻഡ് റിലീസ് ചെയ്യുക, നമ്മളെ കിൽ സ്വിച്ച് ഓൺ ആക്കുക. നമ്മൾ റിവേഴ്സാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രേക്ക് പ്രസ് ചെയ്യുക. നമ്മളിങ്ങനെ ബ്രേക്ക് പിടിച്ചതിന് ശേഷം റിവേഴ്സിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക, വിടുക, റിവേഴ്സ് മോഡായി. പിന്നെ നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാക്കിലോട്ട് പോകും. അത് നമുക്ക് ഒരുവിധം നല്ല സ്പീഡിൽ തന്നെ പോകും, നല്ല കയറ്റവും എല്ലാം കയറുന്നുണ്ട് റിവേഴ്സിൽ. എത്ര വലിയ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബൈക്കിലൊക്കെ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഇട്ട് ഒരു കയറ്റത്തിലൊക്കെ നമുക്ക് വണ്ടി വെക്കാൻ പറ്റും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പം കയറ്റത്തിലൊക്കെ വെച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ബ്രേക്കോ ഏതെങ്കിലും ഒരു ബ്രേക്ക് പിടിച്ചിട്ടില്ലേ വണ്ടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് പോകാനും വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമാണ് ഉള്ളത്. നമുക്ക് ഈ മോഡിൽ നിന്ന് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, വീണ്ടും ഓൺ ആക്കുക. ഇവിടെയാണ് ഇതിൻ്റെ മോഡ് ചേഞ്ചിൻ്റെ വരുന്നത്. ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക, പ്രസ് ചെയ്യുക, ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇതിപ്പോൾ എക്കണോമിക്കാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ബ്രേക്കിൽ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ ആ മോഡ് പ്രസ് ചെയ്താൽ മതി. സിറ്റി ഡ്രൈവായി. പിന്നെ ഹവോക്ക് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, ഇത് ഹൈ സ്പീഡാണ് വരുന്നത്. ഇത് നമുക്കിത് ഓരോ മോഡ് ഇടുമ്പോഴും നമുക്ക് എത്ര റേഞ്ച് കിട്ടുമെന്ന്. എക്കണോമിക്കിലാണെങ്കിൽ 140 കിലോമീറ്റർ റേഞ്ച് കിട്ടും, സിറ്റിയിലാണെങ്കിൽ 110 കിലോമീറ്റർ, ഹവോക്കിലാണെങ്കിൽ 90 ആണ് കിട്ടുന്നത്. ഞാൻ സിറ്റിയിൽ എക്കണോമിക്കിൽ മാത്രമാണ് ഞാൻ കൂടുതൽ ഓടിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ടെസ്റ്റിംഗ് പർപ്പസിനൊക്കെ ഞാൻ എല്ലാ മോഡും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് എക്കണോമിക്ക് തന്നെയാണ്. എനിക്ക് ആവശ്യത്തിന് നോർമൽ ബൈക്ക് ഓടിക്കുന്ന ഞാൻ 100cc ഒരു പാഷൻ പ്രോ ആണ് ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നത്. അതിനുള്ള എത്ര സ്പീഡാണോ കിട്ടുന്നത് അത്രയും സ്പീഡ് ഇതിനും സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. കയറ്റം വരുന്നാലും എല്ലാം ഒരേപോലെ, നമ്മൾ എത്ര പേരെ വെച്ച് പോയിരുന്നാലും ഒരേ ഇത് തന്നെയാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മതി, ഇത് അങ്ങ് പൊയ്ക്കോളും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സിറ്റിയിൽ എനിക്ക് ഓഫീസ് പർപ്പസിന് പോയിട്ട് വരാൻ ഇത് വളരെ കംഫർട്ടാണ്. ഇപ്പോൾ ചാർജ് ചെയ്യാനായിരുന്നാലും
ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കീ കേട്ടോണ്ടിരുന്നാൽ നമ്മളിത് മൂവ് ആവുന്നവരെ ഈ കീ കേട്ടോണ്ടിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മളിപ്പോൾ വണ്ടി റെഡിയായെന്നുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോൾ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ഈ ഒരു ബർസർ കേട്ടോണ്ടിരിക്കും. അത് ഇപ്പം അതുകൊണ്ട് നമുക്കത് ഓർക്കാൻ സാധിക്കും നമ്മളെ വണ്ടി റെഡിയാണെന്ന്. അറിയാണ്ട് ആക്സിലേറ്റർ കൊടുത്തിരുന്നാലും നമ്മളത് ശ്രദ്ധിക്കും. പിന്നെ ഇതിൻ്റെ ചാർജിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.7 ആംബിയർ ആണ് എടുക്കുന്നത്. അതായത് ഏകദേശം 800-നും 900-നും ഇടയ്ക്ക് വാട്ട്സ് ആണ് എടുക്കുന്നത്. അതായത് 1000 താഴെ വാട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. സാധാരണ സോളാർ ഇൻവെർട്ടറിലോ നമ്മളെ ഇൻവെർട്ടറിലോ സുഖമായിട്ട് ഇത് ലോഡ് ആവുന്നുണ്ട്. ഞാൻ ഒരു 3 kV ഇൻവെർട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ മഴക്കോളൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ് KCBയിൽ ഇട്ട് ചാർജ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം സുഖമായിട്ട് നമുക്ക് ഡേ ടൈം ഒക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാം. അത് മാത്രമല്ല ഇത് സ്ലോയിലി നമുക്ക് ആംബിയർ കയറി അതേപോലെ നമുക്ക് ഫുൾ ചാർജ് ആവുന്നതനുസരിച്ച് ഗ്രാജുവലി ആംബിയർ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് ഇൻവെർട്ടറിലും നമുക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഒറ്റ അടിക്ക് നമ്മളെ സാധാരണ ബാറ്ററി ചാർജ് ചെയ്യും പോലെ ഒരേ രീതിയിൽ ത്രോട്ടിൽ കൊടുക്കുന്നതല്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ഇൻവെർട്ടറിലും നമുക്കിത് ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ചാർജറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ വരുന്നത് 16 ആംബിയർ സോക്കറ്റാണ്. ഒരു പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഓരോന്നിനും ഓരോ പെർസെൻറ്റേജ് ഇൻഡിക്കേഷൻ ഉണ്ട്. പോർട്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ പെട്രോൾ ടാങ്ക് പോലെ ഒരു യൂണിറ്റ് ഉണ്ട്. ഇതിനകത്താണ് നമ്മളതിൻ്റെ പവർ സോക്കറ്റ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. നമുക്ക് ഇത് നല്ല ക്വാളിറ്റിയുള്ള കേബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നു ഇതേ സെയിം ചാർജർ തന്നെയാണ് അവർ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു കേബിൾ പോലത്തെ ഒരു സാധനം വരുന്നത് നമ്മളുടെ സീറ്റ് ഉയർത്താനുള്ളതാണ്. ഇതാണ് നമ്മൾ ചാർജർ പോയിന്റ് കണക്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഇൻഡിക്കേഷൻ. ഞാനിതിൽ ഫേസ് ചെയ്യുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ഒരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ. അല്ലാണ്ട് ഇതിൽ എത്ര പെർസെൻറ്റേജ് ആയെന്നുള്ളത് നമ്മൾ കീ ഓണാക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മളുടെ മാനുവലിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ഓണാക്കരുതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആയെന്ന് അറിയാൻ സാധിക്കില്ല. ഇതിൽ ഇൻഡിക്കേഷൻ ഉണ്ട്, ഗ്രീൻ ബ്ലൂ റെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഡിക്കേഷൻ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു എത്ര പെർസെൻറ്റേജ് ആയി ചാർജ് എന്നുള്ളത് ഒരു ഇൻഡിക്കേഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിരുന്നു. 100% ഉണ്ട്. ഇതാണ് മീറ്റർ റീഡിങ് വരുന്നത്. ഈ റെഡ് വരുന്ന 20ക്ക് താഴെ പോരുതെന്നാണ് അവർ പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3 മാസത്തേക്ക് 50% ആണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ ഏകദേശം 25% വരെയൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്. എന്നിട്ട് സാധാരണഗതിയിൽ ഒരു 20% ഒക്കെ നമ്മൾ 25-50 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ ഇത് കുറയാറുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നമ്മളത് സ്ട്രെയിറ്റ് റോഡല്ല അല്ല നമുക്കിവിടെ കയറ്റവും ഇറക്കമൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം ഇതിൽ മൈനസ് ആവുന്നുണ്ട്. ഇപ്പോൾ 140 കിലോമീറ്റർ കാണിക്കുന്നത് നമുക്ക് നമ്മളുടെ രീതി അനുസരിച്ച് കിലോമീറ്റർ റീഡിങ് മാറുന്നതനുസരിച്ച് ഇവിടെ കുറയുന്നതല്ല. ആകെ നമ്മൾ കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡ് നന്നായിട്ട് ത്രോട്ടിൽ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിൽ പെർസെൻറ്റേജ് കുറയുന്നുണ്ടോ. അല്ലാതെ പക്ഷം ഇതങ്ങനെ കുറയുന്നില്ല.